ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അശ്വിനും സച്ചിയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഹോട്ടലിന് ഉദ്ഘാടനത്തിന് വരികയോ അല്ലെങ്കിൽ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ അവിടെ എത്തത്തില്ല എന്നും നിങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നില്ല എന്നുമുള്ള ഒരു വെല്ലുവിളിയാണ് അശ്വിൻ്റെ ഭാഗത്ത് നിന്നും. എന്നാൽ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഏതൊരറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കും, ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കും, ഞാൻ ഒരു കാര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് വെക്കുന്ന സ്വഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനെ വെല്ലുവിളിച്ചാണ് സച്ചിയും മുന്നോട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്, ആരായിരിക്കും പരാജയപ്പെടാൻ പോകുന്നത്, എന്തൊക്കെ ഇതിനിടയിൽ സംഭവിക്കും, സച്ചിയുടെ ഈ ഒരു വരവോടുകൂടി തന്നെ ശ്രുതിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സച്ചി വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ശ്രുതിക്കും അശ്വിനും ഇടയിൽ സംഭവിച്ചു. അശ്വിന് ഒരുപാട് പൊസസീവ്നെസ് ഉണ്ട്. ശ്രുതി മറ്റൊരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതോ ഒന്നും അശ്വിന് ഇഷ്ടമല്ല. ആ ഒരു പൊസസീവ്നെസ് അശ്വിൻ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ അശ്വിൻ വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതിയെ കാണാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ അതിനുശേഷമാണ് പ്രീതിയും എനിക്കും കൂടി പറയുന്നത് ശ്രുതി ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു അശ്വിൻ്റെ കൂടെയാണ് വരുന്നതെന്ന്, എന്നാൽ ശ്രുതി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇതുവരെ വന്നില്ല, അവൾ എവിടെ പോയി എന്ന് നിങ്ങൾക്കറിയാമോ? അത് അവൾ ഇതേപോലെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ കാണാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. സച്ചിയെ കാണാനായിട്ടാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഈ ബിസിനസ് നടക്കാൻ പോകുന്നില്ല, അവൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, അവളുടെ വിചാരം എല്ലാം ഈസി ആയിട്ട് നടത്തിയെടുക്കാമെന്നാണ്. എന്നാൽ അത് നടക്കത്തില്ല എന്ന് തന്നെ അശ്വിൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഭയങ്കര വാശിയിലാണ് അശ്വിൻ. എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ ഈ ഒരു കാര്യം നടത്തിയെടുക്കത്തില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ്. ഇതിനിടയിൽ അശ്വിൻ നേരെ ദേഷ്യത്തോടു കൂടി ഓഫീസിലോട്ട് പോയി. അപ്പം ഇതിനിടയിൽ കുറച്ച് ചർച്ചകളോട് കൂടി അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അശ്വിൻ ദേഷ്യത്തോടു കൂടി ഓഫീസിൽ പോയി. ഓഫീസിൽ ചെന്നപ്പോൾ അശ്വിൻ ഒരു കൊറിയർ കിട്ടി. കൊറിയർ നോക്കിയപ്പോൾ അതിനകത്ത് ഇൻവിറ്റേഷൻ കാർഡാണ്. തൻ്റെ ആ ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അശ്വിനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് പേരും അശ്വിൻ്റെ പേര് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്. എന്നിട്ട് ഉടനെ തന്നെ ശ്രുതി വിളിച്ച് പറയുവാണ്, അശ്വിൻ സാർ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയോ? സാർ എന്തായാലും ഈ ഒരു ഉദ്ഘാടനത്തിന് വരണം, ഇവിടുത്തെ മുഖ്യ അതിഥി തന്നെ സാറാണ് ഈ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ ശ്രുതി പറഞ്ഞു. എന്നാൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം വ്യാമോഹം മാത്രമാണ് ശ്രുതി, ഞാൻ എന്തായാലും ഇത് നടത്തി തരാൻ പോകുന്നില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഒരു ഉദ്ഘാടനത്തിന് വരത്തുമില്ല, ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യത്തുമില്ല, നിങ്ങൾ നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ, എൻ്റെ പേര് കൂടി ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ നിങ്ങൾ ആഡ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ കൃത്യസമയത്ത് അവിടെ എത്താതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടും എന്നുകൂടി അശ്വിൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ശ്രുതിക്ക് ഒരു ടെൻഷനുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി നേരെ സച്ചിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ സച്ചി പറയുവാണ്, എന്ത് പറ്റി മാഡം, എല്ലാം ഓക്കെ ആണല്ലോ, ഇൻവിറ്റേഷൻ കാർഡ് അയച്ചു കൊടുത്തല്ലോ, ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചു കൊടുത്തതിന് ശേഷം അശ്വിനെ വിളിച്ചപ്പോൾ അശ്വിൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചിയോട് ശ്രുതി വിശദീകരിച്ചു. അശ്വിൻ ഇപ്പോഴേ ഭയങ്കര ദേഷ്യത്തിലാണ്, ഒരു കാരണവശാലും ഈ ഒരു ഉദ്ഘാടനത്തിന് വരത്തില്ല, നമ്മളെല്ലാവരും നാണം കെടാൻ പോകുകയാണ് എന്ന് ഒരു വെല്ലുവിളിയും കൂടിയാണ് അശ്വിൻ നടത്തിയത് എന്നുകൂടി പറഞ്ഞപ്പോൾ മാഡം വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, കൃത്യസമയത്ത് അശ്വിൻ സാർ വരും, ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യും, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് സച്ചി ഒരുപാട് ആത്മവിശ്വാസം ശ്രുതിക്ക് നൽകി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അശ്വിൻ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ശ്രുതിക്കുണ്ട്, അതേ ടെൻഷൻ തന്നെ പ്രീതിക്കുമുണ്ട്. അശ്വിൻ ചെല്ലുമോ, ഈ ഒരു ഉദ്ഘാടനത്തിന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ പ്രീതി ഇങ്ങനെ എനിക്കോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് പറഞ്ഞത്, പ്രീതി സിസ്റ്റർ വിഷമിക്കേണ്ട ആവശ്യമില്ല, സച്ചി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സച്ചി നടത്തിയിരിക്കും, സച്ചിക്ക് ഒരു കാര്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ അത് ഏൽക്കത്തില്ല, അവൻ ഏറ്റുകഴിഞ്ഞാൽ അവനത് കൃത്യമായിട്ട് നടത്തിയിരിക്കും, ഏത് വിധേനയും അവൻ നടത്തിയിരിക്കും. അശ്വിൻ പ്രോ ഉറപ്പായിട്ടും ആ ഉദ്ഘാടനത്തിന് വരും, ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും, നമ്മൾ വിജയിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന അശ്വിൻ പറയുവാണ്, എനിക്ക് പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല,
ഞാൻ എന്തായാലും ഉദ്ഘാടനത്തിന് വരാൻ പോകുന്നില്ല. ശ്രുതിയും ആ സച്ചിൻ തന്നെ നാണം കെടാൻ പോകുന്നത്. ഞാൻ ഉറപ്പായിട്ടും വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ് ഡയലോഗൊക്കെ അടിച്ച അശ്വിൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഞാനൊരിക്കലും വരത്തില്ല, അതുകൊണ്ട് നിങ്ങളായിരിക്കും നാണം കെടാൻ പോകുന്നത് എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു അശ്വിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നത്. അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞു. നേരെ അശ്വിൻ തിരികെ തൻ്റെ ഓഫീസിലോട്ട് പോയി. അപ്പോൾ ഓഫീസിൽ കുറച്ച് തിരക്കാണ്, വർക്കിൻ്റെ കാര്യങ്ങളുടെ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് സച്ചി തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് സാറിനെ കണ്ടിട്ടേ പോകൂ എന്നുള്ളൊരു വാശിയിലാണ്. സെക്യൂരിറ്റി പറഞ്ഞയക്കാൻ ശ്രമിച്ചിട്ടും പോകുന്നില്ല, സാറിനെ കണ്ടിട്ടേ പോകൂ എന്നുള്ളൊരു വാശിയിലാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, അകത്തോട്ട് കയറ്റി വിടട്ടെ, എന്ത് ചെയ്യട്ടെ എന്ന് അശ്വിനോട് ചോദിച്ചു. അപ്പോൾ അശ്വിൻ തന്നെ തിരിച്ച് സ്റ്റാഫിനോട് പറയുവാണ്, ശരി കയറ്റി വിട്ടോളൂ, കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. അങ്ങനെ സച്ചി കയറി വന്നു. സച്ചി കയറി വന്നതിന് ശേഷം അശ്വിനോട് സംസാരിച്ചു. അപ്പോഴും ഞാൻ ഒരു കാരണവശാലും ഈ ഒരു ഉദ്ഘാടനത്തിന് വരത്തില്ല, ഞാൻ ഉദ്ഘാടനത്തിന് വരത്തുമില്ല, നിങ്ങളെല്ലാവരും നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ, ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല എന്ന് സച്ചിയുടെ മുഖത്ത് നോക്കി അശ്വിൻ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. അപ്പോഴും സച്ചി ഒരു ആത്മവിശ്വാസം കൈവിടാതെ, അപ്പോഴും അശ്വിൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ശ്രുതിയും ആ സച്ചിയും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ ഉദ്ഘാടനത്തിന് വരും, ഉദ്ഘാടനം ചെയ്യും, നിങ്ങളുടെ മുന്നിൽ ഞാൻ മുട്ടുമടക്കും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാരണവശാലും ഈ ഉദ്ഘാടനത്തിന് വരത്തില്ല. അങ്ങനെ വരാതിരിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ നാണം കെടും. എല്ലാവരും ചോദിക്കും, നിങ്ങൾ കൃത്യസമയത്ത് ഉദ്ഘാടനം വെച്ചിട്ട് ആളെവിടെ, അതിഥി എവിടെ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കാണാൻ ഞാൻ വരും എന്ന് ഇങ്ങനെ അശ്വിൻ സച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ സച്ചി ചെറു പുഞ്ചിരിയോടുകൂടി അശ്വിനോട് ചോദിക്കുകയാണ്, ഹോ ഇത്രയേ ഉള്ളൂ കാര്യം, ഞാൻ വിചാരിച്ചു വലിയൊരു കാര്യമാണെന്ന്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നടത്തിയെടുത്തിട്ടേ പിന്നോട്ട് പോകത്തുള്ളൂ. മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ട് വയ്ക്കാൻ സച്ചിക്ക് അറിയത്തില്ല, സച്ചി അങ്ങനെ ചെയ്യത്തുമില്ല. സച്ചി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് സാറ് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് പിന്നാലെയുള്ള കാര്യങ്ങളും കൂടി, കുറച്ച് കാര്യങ്ങളും കൂടി സാറ് ചിന്തിക്കണം. സാറും ശ്രുതി മാഡവും തമ്മിൽ ഒരു കോൺട്രാക്ട് വിവാഹമാണെന്നും ആ വിവാഹം എന്തിനാണ് കഴിച്ചത്, കോൺട്രാക്ട് വിവാഹം നടത്തിയത് എന്തിനാണ് എന്ന് തുടങ്ങിയ സകല കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ സാർ ഈ ഉദ്ഘാടനത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഉദ്ഘാടനം കഴിയുന്ന അടുത്ത നിമിഷം വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഞാൻ നേരെ സായിറാം കുടുംബത്തിലോട്ട് വരും. എനിക്കറിയാവുന്നുള്ള കാര്യം അറിയാത്ത പലരും സായിറാം കുടുംബത്തിൽ, സാറിൻ്റെ കുടുംബത്തിലുണ്ട്. അവരോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയും. പ്രത്യേകിച്ച് സാറിൻ്റെ സിസ്റ്ററിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയും. അപ്പോൾ സാറിൻ്റെ ചേച്ചി ഒന്നാമതേ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ അത് ഭയങ്കര സങ്കടത്തോടു കൂടി ചേച്ചിക്ക് ഭയങ്കര ഒരു വേദന തോന്നും. ആ വേദനയും ചേച്ചിയുടെ സങ്കടങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ആയിരിക്കും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാം, അതും സാറ് കാരണം, സാറിൻ്റെ വാശി കാരണം സാറിൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം തന്നെ നശിച്ചു പോകും എന്ന് സച്ചി ഭീഷണിപ്പെടുത്തി. എന്നിട്ട് നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ ഉദ്ഘാടനത്തിന് വരുമോ എന്ന്. ഉദ്ഘാടനത്തിന് വന്നില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അടുത്ത നിമിഷം അവിടെ ഉണ്ടാകും, സാറിൻ്റെ വീട്ടിലുണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സച്ചി പോയി. അശ്വിൻ്റെ മുന്നിൽ ഇനി മാർഗ്ഗമില്ല. ഞാൻ ഈ ഒരു ഉദ്ഘാടനത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ സച്ചി മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ ചേച്ചിയോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് അശ്വിന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അശ്വിന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു സമയവും കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും, എൻകെയും പ്രീതിയും അങ്ങനെ ക്ഷണിച്ച എല്ലാവരും ഉദ്ഘാടന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശ്രുതിയെയും സച്ചിയെയും അശ്വിനെ മാത്രം കാണാനില്ല. പ്രീതിയും എൻ കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. പ്രീതി ഭയങ്കര ടെൻഷനിലാണ്, പക്ഷെ എൻ കെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സച്ചി വരും, പേടിക്കേണ്ട, സച്ചി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രീതി ശ്രുതിയെ വിളിക്കുന്നുണ്ട്, പക്ഷേ ശ്രുതി കോൾ എടുക്കുന്നില്ല. ശ്രുതി ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കോൾ എടുക്കുന്നില്ല. കോളെല്ലാം കട്ട് ചെയ്ത് കളയുന്നതല്ലാതെ കോൾ എടുക്കുന്നതേ ഇല്ല. കുറേ വട്ടം വിളിച്ചു, പക്ഷെ കോൾ എടുക്കുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് പ്രീതി നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ സച്ചി വരുന്നത്. സച്ചി കാറിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് അശ്വിനും ശ്രുതിയും എവിടെയെന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞത് ശ്രുതി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു പോയതാണ്. എത്രയും പെട്ടെന്ന് കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് തന്നെയാണ് അവിടെ ശ്രുതി മാഡം പോയിരിക്കുന്നത്. ഉറപ്പായിട്ടും വരും, പേടിക്കേണ്ട, അശ്വിൻ സാറും കൃത്യസമയത്ത് തന്നെ വരും എന്ന് സച്ചി ഉറപ്പ് നൽകി. പക്ഷേ പറയാൻ പറ്റത്തില്ല, കൃത്യസമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ട അവസ്ഥ ഉണ്ടാകും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അങ്ങനെ പ്രീതിയും എനിക്കും ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ്. സച്ചി ഉറപ്പായിട്ടും അവർ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുവാണ്. അവിടെ ഇന്നത്തെ കഥ അവസാനിക്കുവാണ്. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കാം? പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഈ ഒരു ഉദ്ഘാടനത്തിന് അശ്വിൻ വരുമോ, അതോ ഇനി അവസാന നിമിഷം വേറെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.